എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നത്തെ വീഡിയോയിൽ കുറച്ച് നക്ഷത്രക്കാരെ ഒന്ന് പരിചയപ്പെടാം. ഈ നക്ഷത്രജാതകരോട് എനിക്ക് പറയാനുള്ളത് കൈവന്ന ഭാഗ്യം നഷ്ടപ്പെടുത്തരുതേ എന്നാണ്. വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥനയോടുകൂടി തന്നെ മുന്നോട്ട് പോയാൽ ഈ നാളുകാർക്ക് ഇരട്ടി ഭാഗ്യം ഉണ്ടാകും എന്നതിൽ യാതൊരു തർക്കവും വേണ്ട. വളരെ കൂടുതൽ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ വളച്ചുകെട്ടില്ലാതെ വിശദമായിട്ട് നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് ആദ്യം പറയേണ്ടത് ചോതി നക്ഷത്ര ജാതകരെക്കുറിച്ചാണ്. ഇവർക്ക് കീർത്തി, സൗഭാഗ്യം എന്നിവ കൈവരുന്ന സമയമാണ്. കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രതീക്ഷയ്ക്കൊത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും. ധനം, ധാന്യം, കീർത്തി, സൗഭാഗ്യം എന്നിവ പ്രതീക്ഷിക്കാതെ തന്നെ കൈവരും. ഭൂമി വാങ്ങുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ബുധശുക്രന്മാരുടെ ബലവും ചൊവ്വയുടെ ഉച്ചസ്ഥിതിയും കലാകാരന്മാർക്ക് വളരെ അനുകൂല സ്ഥിതി സമ്മാനിക്കും. അംഗീകാരങ്ങൾ വന്നു ചേരും. സിനിമ, സീരിയൽ, നാടകം, സംഗീതം എന്നീ കലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമാകുന്നു. ബന്ധുക്കളിൽ നിന്നുള്ള ആദരവ് ഏറിവരും. സഹോദരങ്ങൾക്ക് വേണ്ടി വിവാഹത്തിനോ പഠനത്തിനോ ഗൃഹനിർമ്മാണത്തിനോ സഹായങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. കച്ചവടത്തിനായി സ്വദേശത്തും വിദേശത്തും യാത്രകൾ ചെയ്യേണ്ടി വരും. മുടങ്ങിയിരിക്കുന്ന വ്യാപാരങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും. ബന്ധുബലം വർദ്ധിക്കും. അപ്രതീക്ഷിതമായി കളത്രത്തിന് പുതിയ തൊഴിൽ ഭാഗ്യം ഉണ്ടാകും. വളർത്തുമൃഗങ്ങളിൽ നിന്നും നേട്ടം ഉണ്ടാകും. റിയൽ എസ്റ്റേറ്റ്, ഊഹക്കച്ചവടം എന്നിവയിൽ നേട്ടം പ്രതീക്ഷിക്കാം. പൊതുവെ ഈ കൂറുകാർക്ക് അനുകൂല ഫലങ്ങൾ അനുഭവത്തിൽ ഉണ്ടാകും. മുരുകന് പഞ്ചാമൃത അഭിഷേകം, ശിവന് ജലധാര എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഈ നക്ഷത്ര ജാതകർ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അനിഴം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് അനിഴം നക്ഷത്രക്കാർക്കുണ്ടാകുന്നത്. ഗൃഹത്തിൽ ഏറ്റവും സന്തോഷമായ നിമിഷങ്ങൾ, സമാധാന അന്തരീക്ഷം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കും. ചെറിയ അറ്റകുറ്റപ്പണികൾ ഗൃഹത്തിൽ നടത്തുന്ന കാര്യത്തിൽ വിജയിക്കും. ധനപരമായിട്ടുള്ള ചിലവുകൾ കുറഞ്ഞു വരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള മന്ദത മാറിത്തുടങ്ങും. ശത്രുക്കളുടെ മേൽ വിജയം വരിക്കാൻ സാധിക്കും. ദൂരയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്താൻ അവസരം കാണുന്നുണ്ട്. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറ്റപ്പെടും. തടഞ്ഞു വച്ചിരുന്ന പ്രമോഷൻ, ലോണുകൾ എന്നിവ അനുഭവത്തിൽ വന്നു ചേരും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല മാറ്റങ്ങൾ അനുഭവപ്പെടും. കലാകാരന്മാർക്ക് അനുകൂല സമയം. പുതിയ വിദ്യകൾ അഭ്യസിക്കുന്നതിന് അനുകൂലമാണ് സമയം. ധനാഗമത്തിനുള്ള വഴികൾ തെളിയും. മുതിർന്നവർക്ക് സുഖം അനുഭവപ്പെടും. ചെറിയ ചികിത്സകൾ ഫലിക്കും. വളർത്തുമൃഗങ്ങളിൽ നിന്നും ലാഭം ലഭിക്കും. എൻജിനീയറിംഗ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടറി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾ അശ്രദ്ധ മൂലം പരീക്ഷകളിൽ മാർക്ക് കുറയാതെ ശ്രദ്ധിക്കുക. ഇവർക്ക് ഉത്തമ ഐശ്വര്യങ്ങൾ അനുഭവമാകും. അതുപോലെ തന്നെ ഇവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം വിഷ്ണു ക്ഷേത്ര ദർശനം, ശിവപാർവതി ക്ഷേത്ര ദർശനം, നരസിംഹമൂർത്തിക്ക് പാനകം നടത്തി ദോഷങ്ങൾ പരിഹരിച്ച് ഭാഗ്യം നിലനിർത്താൻ ഈ നക്ഷത്ര ജാതകർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പൂരാടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഒറ്റ വാക്കിൽ പറയേണ്ട ഒരു കാര്യം, വരും ദിവസങ്ങളിൽ ഗൃഹത്തിൽ ഒരു മംഗളകാര്യം നടക്കാൻ പോകുകയാണ്. അതിനുവേണ്ട
ദൈവാധീനം ഇവർക്കുണ്ട്. ദൈവാധീനത്താലും കുടുംബദേവതാ പ്രീതിയാലും ഇവർക്ക് പൂർവ പുണ്യത്താലും ഏത് കാര്യങ്ങൾ തുടങ്ങുന്നതിനും പരിപോഷിക്കുന്നതിനും അവസരം വരും ദിവസങ്ങളിൽ കാണുന്നുണ്ട്. മാനസികമായി ഉത്തമമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം, ഉദ്യോഗലബ്ധി, ഗൃഹത്തിൽ മംഗളകാര്യങ്ങൾ നടത്താൻ അവസരം എന്നിവ കാണുന്നു. വാഹനയോഗം, ഗൃഹയോഗം, ഗൃഹം നന്നാക്കൽ എന്നിവയും പ്രതീക്ഷിക്കാം. വാഹനങ്ങൾ എന്നിവയിൽ നിന്നുള്ള സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകും. മുതിർന്നവർക്ക് സന്താനങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ അനുഭവിക്കുന്നതിനുള്ള യോഗം ഉണ്ടാകും. കൃഷിയിൽ നിന്നുള്ള ലാഭം, കച്ചവടത്തിൽ നിന്നുള്ള നേട്ടം, ഭൂമിയോഗം, പുതിയ വാഹനയോഗം എന്നിവയ്ക്കും അവസരം ഉണ്ടാകും. സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായ വിദേശ യാത്രകൾക്ക് യോഗം ഉണ്ട്. മുട്ടുവേദന, കാൽപാദവേദന എന്നിവ അനുഭവപ്പെടും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മഹാവിഷ്ണുവിന് പാൽപായസം, അതുപോലെ കുടുംബദേവതാ പ്രീതി, സർപ്പദേവതാ പ്രീതി എന്നിവ വരുത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. മഹാഭാഗ്യം നഷ്ടപ്പെടുത്താതെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു നക്ഷത്ര ജാതകർ തിരുവോണം നക്ഷത്ര ജാതകരാണ്. ദൈവാനുഗ്രഹം കൂടുതലുള്ള സമയമാണ് ഇനി. തുടക്കത്തിൽ ഏതു കാര്യങ്ങൾക്കും തടസ്സവും ബുദ്ധിമുട്ടും അനുഭവപ്പെടുമെങ്കിലും ദൈവാധീനത്താൽ അവയെ തരണം ചെയ്യുവാൻ കഴിയും. സ്ത്രീകൾ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആർത്തവ സംബന്ധമായ വിഷമം അനുഭവപ്പെടുന്നവർക്ക് വേണ്ട ചികിത്സകൾ തേടാൻ ഒന്ന് ശ്രദ്ധിക്കുക. വിവാഹ നിശ്ചയം, സന്താനങ്ങൾക്ക് നാമകരണം, ചോറൂണ്, ആഭരണ ലാഭം, അലങ്കാര വസ്തുക്കളുടെ ലാഭം, ബന്ധുജന സൗഭാഗ്യം, സന്താനങ്ങളിൽ നിന്നും അനുകൂല അവസ്ഥകൾ എന്നിവ ഫലത്തിൽ കാണുന്നു. വിദേശത്തിരിക്കുന്നവർക്ക് വസ്തുവകകൾ വാങ്ങുന്നതിനുള്ള അവസരം, പൂർവിക സമ്പത്ത് ലാഭം, പഴയ വാഹനം മാറ്റി വാങ്ങുന്നതിനുള്ള അവസരം, യാത്രകൾ, യന്ത്രങ്ങൾ, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുന്നവർക്കും അനുകൂലമായ സമയമാണ്. ഗൃഹം നന്നാക്കുന്നതിനും മറ്റ് അനുകൂല അവസ്ഥ ഉണ്ടാകുന്നതിനും നല്ല സമയം. വിദേശ സ്വദേശവാസം, മുതിർന്നവർക്ക് സന്താനങ്ങളിൽ നിന്നും ഭാഗ്യ ഐശ്വര്യ അനുഭവങ്ങളും ഫലമാകുന്നു. ശാസ്താവിന് നീരാജനം, മുരുകന് പഞ്ചാമൃത അഭിഷേകം, കുടുംബദേവതാ പ്രീതി, വിഷ്ണുവിന് പാൽപായസം നിവേദ്യം എന്നിവ നടത്തിയാൽ ഈ കാലഘട്ടത്തിൽ ഇവരുടെ ദോഷങ്ങൾ മാറി ഭാഗ്യം ഇരട്ടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി ചതയം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. വിദേശത്ത് പോകുന്നതിന് കാലം ഉത്തമമാണ്. ശനി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനാൽ ശാരീരികമായും മാനസികവുമായും ധനപരമായും ഉള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടും. കടങ്ങൾ വാങ്ങേണ്ടി വരും. പിന്നീട് നിവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട്. ഒറ്റയടിക്ക് തന്നെ കാര്യങ്ങൾ തലകീഴായിട്ട് മറിയും. സാമ്പത്തിക നേട്ടവും മറ്റു പ്രശ്നങ്ങൾക്ക് പരിഹാരവും ലഭിക്കും. സ്വകാര്യ സ്ഥാപനങ്ങൾ, അതായത് ട്യൂട്ടോറിയൽ, നഴ്സറി, കമ്പ്യൂട്ടർ സെൻറ്റർ എന്നിവ നടത്തുന്നവർക്ക് നവീകരണത്തിനുള്ള നേതൃത്വം കൊടുക്കേണ്ടി വരും. വിദേശത്ത് പോകുന്നവർക്ക് ഉത്തമ ഫലങ്ങൾ അനുഭവപ്പെടും. ശത്രുക്കളുമായി സ്നേഹരൂപത്തിൽ ഇടപെട്ടാൽ മാനസിക സമ്മർദ്ദങ്ങളും ദോഷങ്ങളും ഒഴിവാക്കാൻ കഴിയും. യാത്രകൾ മൂലം ബിസിനസ് നേട്ടങ്ങൾ കൈവരും. കല, സാഹിത്യം, അഭിനയം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട്. ഇനി പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ച് കൂടി ഒന്ന് നോക്കാം. കുടുംബസ്ഥാനത്ത് വ്യാഴൻ്റെ സ്ഥിതി മൂലം പല ആപത്സന്ധികളും തരണം ചെയ്യാൻ സാധിക്കും. അവയിൽ നിന്ന് മോചനം നേടുകയും ചെയ്യും. തൊഴിൽ മേഖലയിൽ വളരെയധികം തടസ്സങ്ങൾ അനുഭവപ്പെടും. എന്നാൽ മനോധൈര്യത്താൽ അനുകൂല അവസ്ഥയിൽ എത്തിച്ചേരാനും സാധ്യതകൾ കൂടുന്നുണ്ട്. തൊഴിൽ രംഗത്തെ മാന്ദ്യം മാറിത്തുടങ്ങും. മനസ്സിലെ ചാഞ്ചല്യം നീങ്ങും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഇനി വളരെ വേഗത്തിൽ തന്നെ അവസരങ്ങൾ ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റവും തൊഴിൽ മാറാനും അവസരം ലഭിക്കാനും മുട്ടുവേദന, കഴുത്തുവേദന,
അസ്ഥിവേദന എന്നിവ അനുഭവപ്പെടാനും സാധ്യതകൾ കൂടുതലാണ്. ഇവർ ദോഷപരിഹാരമായിട്ട് ശനീശ്വര പൂജ, ശാസ്താക്ഷേത്ര ദർശനം, മുരുകക്ഷേത്ര ദർശനം, സർപ്പപ്രീതി എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.